സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതുചരിത്രം. 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ എബ്രാഹിമിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. ആജ്ഞ, അവയവദാന രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളതാണ് കേരളം. പല അനുഭവങ്ങളുമുണ്ട്. അടുത്തിടെ അതിൻ്റെ തോത് ഇപ്പം കുറഞ്ഞുവെന്ന് മാത്രം. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? കുട്ടിയുടെ ഈ ദാതാക്കൾ ആരൊക്കെയായിരുന്നു? സജിത്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കുഞ്ഞിൻ്റെ കിഡ്നി എത്തിക്കുന്നത്. അതുപോലെ കരൾ കിംസ് ഹോസ്പിറ്റലിലേക്കും ശ്രീചിത്രയിലേക്ക് ഹൃദയവാൽവ് എത്തിക്കും. എന്തായാലും ഇന്ന് വൈകുന്നേരം 6:30 കൂടി റോഡ് മാർഗമാണ് അമൃത ആശുപത്രിയിൽ നിന്നും കുഞ്ഞിൻ്റെ അവയവവുമായി പുറപ്പെടുക. 4 അവയവങ്ങളാണ് കേസോട്ടോ വഴിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. 4 അവയവങ്ങളാണ് ദാനം ചെയ്തത്. കണ്ണ് നേത്രബാങ്കിൽ സൂക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഫെബ്രുവരി 5-നാണ് ആലിന് അപകടമുണ്ടായത്. ഈ MC റോഡിൽ വെച്ച് ആലിനും മാതാവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഒരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. അതേ തുടർന്ന് കുഞ്ഞിനെ തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ ചികിത്സയ്ക്ക് എത്തിച്ച ശേഷം തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെയായിരുന്നു. അതിനുശേഷമാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയത്. എന്തായാലും ഡോക്ടർമാരുടെ തീവ്രമായ ശ്രമത്തിനൊടുവിൽ പോലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അതിനിടയിലും കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ഈ മാതാപിതാക്കൾ കാണിച്ച സന്നദ്ധതയെ അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ചും സജിത്ത് സൂചിപ്പിച്ചതുപോലെ ചരിത്രം സൃഷ്ടിച്ച അവയവദാനത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഇടത്തേക്ക് ഒരു 10 മാസം പ്രായമുള്ള കുഞ്ഞു കൂടി കടന്നു വരികയാണ്. ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ പേര് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്നുള്ള ഒരു പേര് കൂടി അതിനോടൊപ്പം ചേർക്കപ്പെടുകയാണ്. എന്തായാലും ഇന്ന് 6:30 മണിയോട് കൂടിയാണ് കുഞ്ഞിൻ്റെ അവയവങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം വാഹനം പുറപ്പെടുക എന്നാണ് അറിയുന്നത്. ഈ നിലവിൽ ഈ 2 വൃക്കകളും കരളും ഹൃദയവാൽവുമാണ് ദാനം ചെയ്യുന്നത്. കണ്ണുകൾ നേത്രബാങ്കിൽ സൂക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സജിത്ത്, ഞാൻ ഒരു കാര്യം കൂടി, കുട്ടിയുടെ അപകടം സംഭവിക്കുന്നത് എങ്ങനെയായിരുന്നു, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയായിരുന്നു, എന്നായിരുന്നു അപകടം, ആശുപത്രിയിലെ അവസ്ഥയും കുടുംബാംഗങ്ങളുടെ സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഫെബ്രുവരി 5-ാം തീയതിയാണ് MC റോഡിൽ വെച്ചിട്ട് പള്ളത്ത് ബോർമ കവലയിൽ വെച്ചിട്ടുണ്ടായ അപകടത്തിലാണ് കുഞ്ഞിന് ഗുരുതരമായി പരുക്കേൽക്കുന്നത്. അത് കുഞ്ഞും അതിൻ്റെ മാതാവിൻ്റെ രക്ഷിതാക്കളും ആയിരുന്നു കാറിലുണ്ടായിരുന്നു. ഇവർ സഞ്ചരിച്ച കാറിലേക്ക് വശത്തു നിന്നും ഒരു വാഹനം വന്ന് ഇടിച്ചാണ് അപകടമുണ്ടായത്. കുഞ്ഞിനെ ഉടൻ തന്നെ തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ എത്തിച്ചിരുന്നെങ്കിലും അവിടെ നിന്നും കൂടുതൽ ചികിത്സയ്ക്കായി അമൃതയിലേക്ക് എത്തുകയായിരുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതും. തുടർന്ന് ഡോക്ടർമാർ വളരെ വിദഗ്ധ ചികിത്സ കുഞ്ഞിന് നൽകിയെങ്കിലും പക്ഷേ ആലിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുഞ്ഞിൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്നാണ് മാതാപിതാക്കൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെപ്പറ്റി ആലോചിച്ചതും. തുടർന്ന് ഈ സംസ്ഥാന സർക്കാർ വഴിയുള്ള പോർട്ടൽ വഴി തന്നെയാണ് അവയവങ്ങൾ ദാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് കരൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് ശ്രീചിത്രയിലേക്കും അതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിൻ്റെ കിഡ്നിയും എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കണ്ണുകൾ ദാനം ചെയ്തിട്ടില്ല, അത് നേത്രബാങ്കിൽ തന്നെ സൂക്ഷിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ഒരു പുതുചരിത്രം എഴുതുകയാണ്. 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയാണ്. എന്തായാലും അതിന് തയ്യാറായ കുടുംബാംഗങ്ങൾക്ക്, ആ മാതാപിതാക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകണം നമുക്ക്. കാരണം ആ തീരുമാനം അവരെ സംബന്ധിച്ച് ഏറ്റവും വേദനയുള്ള ഒരു ഘട്ടത്തിൽ കൂടിയും ആ തീരുമാനമെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറിൻ എബ്രഹാമാണ് ചരിത്രം എഴുതുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.